ഒരു തനി നാടൻ രീതിയിലുള്ള തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ: ഒരു വലിയ തക്കാളി കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ, ഒരു ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. ആദ്യമേ ഈ തക്കാളി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ പീസായിട്ടാണ് തക്കാളി മുറിച്ച് വെച്ചിരിക്കുന്നത്. തക്കാളി പെട്ടെന്ന് വേകും. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം, വെള്ളം വറ്റുന്നവരെ. തക്കാളി എന്തായി നമുക്ക് നോക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടയണം ഇത്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതൊന്ന് കഴുകി ഒഴിക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിപ്പോൾ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മാത്രം മതി. അപ്പം തന്നെ ഇത് ഓഫ് ചെയ്തേക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം നമുക്ക്. ഇനി കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, ഒരു ഉള്ളി, ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. കടുക് വറുക്കാനായിട്ട് ഞാനൊരു ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. പിന്നീട് 5 മിനിറ്റ് അടച്ചു വെക്കാം. നാടൻ രീതിയിലുള്ളൊരു തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.